സിന്ദൂരം. രചന ജാസ്മിൻ. അവതരണം സാലിം കരുളായി. ഹലോ. പിന്നിൽ നിന്ന് നന്ദയുടെ ശബ്ദം കേട്ടതും രാവണിയും പത്മാവതിയും പാർവതിയും സേതുവും ജാനുവും വനജേച്ചിയൊക്കെ തിരിഞ്ഞു നോക്കി. തോട്ടിൽ നിന്നും പിടിച്ചു കൊണ്ടുവന്ന മീന് വനജേച്ചി തിരിഞ്ഞു പിടിച്ച് മാറ്റി വെക്കുന്നത് നോക്കി അഭിപ്രായം പറയുവാണവെല്ലാം. എല്ലാവരുടെയും കൊടുക്കാൻ വേണ്ടി പാത്രത്തിലാക്കുവാണ്. ഇവളിതെങ്ങോട്ടാ ഒരുങ്ങിക്കെട്ടി രമ്പിയായിട്ട്? പാർവതി പത്മാവതിയുടെ ചെവിയിൽ പതിയെ ചോദിച്ചു. നന്ദ രാവണിക്കും പത്മാവതിക്കും പാർവതിക്കും നേരെ തിരിഞ്ഞു. ഞാൻ ജോലിക്ക് പോവാണ്. ഞാൻ പോയി വരുന്നത് വരെ നിങ്ങളായി അജുവേട്ടൻ്റെ അടുത്തേക്ക് പോകരുത്. ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാകരുത്. ഈ ഒരാഴ്ച എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെ മതി. ഇനി അങ്ങോട്ടും അതല്ല, ഞാൻ പറഞ്ഞത് മാറ്റി പ്രവർത്തിക്കാൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ വന്നിട്ട് നമുക്ക് കാണാം. കൂടുതലൊന്നും പറഞ്ഞില്ല. പിന്നിൽ നിന്ന് രാവണി എന്തോ പറയുന്നുണ്ട്. അതൊന്നും കേൾക്കാതെ അവൾ തിരിഞ്ഞു നടന്നു. വൈകുന്നേരം നല്ല മഴക്കുള്ള സാധ്യതയുണ്ടായിരുന്നു. 4:30 ആയിട്ടേ ഉള്ളൂ. പക്ഷെ ഒരു 6 മണിയൊക്കെ ആയ പോലെ അത്രയും ഇരുട്ട്. നല്ല ഇടിയുണ്ട്. രാവിലെ നന്ദു പോയത് അവിടുത്തെ തന്നെ കാറിലാണ്. വരുമ്പോൾ ഒരു ഓട്ടോ വിളിച്ചു. ഗേറ്റിന്റെ പുറത്ത് ഇറക്കി ക്യാഷ് കൊടുത്ത് ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ അവിടെ നിൽക്കുന്ന ചേട്ടനെ നോക്കി ഒന്ന് ചിരിച്ചു. തിരിച്ച് അതുപോലെ ഒരു ചിരി തന്നു. നന്ദാ. മുറ്റത്തേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ തന്നെ ആ ശബ്ദം അവളുടെ ചെവിയിൽ പതിഞ്ഞു. ഉമ്മർത്തിന്ന് പാഞ്ഞു വന്ന് അവളെ കെട്ടിപ്പിടിച്ച് മുഖം മൊത്തം മുമ്പ് വെച്ചു. നന്ദ നിന്ന നിൽപ്പിൽ ഉരുകി വലിച്ചു. അജു വിട്, അജുട്ടാ. ഉമ്മ കഴിഞ്ഞ് അവളൊരുക്കെ കെട്ടിപ്പിടിച്ചവന്റെ ചെവിയിൽ പതുക്കെ പറഞ്ഞു. അപ്പോൾ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. ഗേറ്റിൽ നിൽക്കുന്ന ചേട്ടൻ ചിരിക്കുന്നുണ്ട്. പുറത്തോടക്കാടിരിക്കുന്ന എന്തോ എടുത്തു വെക്കുന്ന വയസ്സായ സ്ത്രീ ഇടയ്ക്കിടയ്ക്ക് നോക്കി ചിരിക്കുന്നുണ്ട്. പുറം പണിക്ക് നിൽക്കുന്നവരിൽ ഒരാളാണ്. നന്ദു വീടിന് ഉമ്മറത്തേക്ക് നോക്കുമ്പോൾ സേതുമ്മയോട് എന്തോ പറഞ്ഞുകൊണ്ട് ജാനു പൊട്ടിച്ചിരിക്കുന്നുണ്ട്. സേതുമ്മ ഇങ്ങോട്ട് നോക്കി നിൽക്കുവാണ്. യോ തീർന്ന് നാണം കെടുത്തി. ഉമ്മച്ച മാറി നിൽക്കടാ. അവളവന്റെ കൈ രണ്ടും ശക്തിയിൽ എടുത്തു മാറ്റി. പോ, ഞാൻ പിണക്കാം. അതും പറഞ്ഞുകൊണ്ട് ചെക്കൻ അവളെ നോക്കാതെ തിരിഞ്ഞ് വീട്ടിലേക്ക് നടന്നു. അത് ശരി, കെട്ടിപ്പിടിക്കൽ ഉമ്മവക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ കറിവേപ്പിലല്ലേ. ഇവരുടെയൊക്കെ മുന്നിൽ നാണം കെടുത്തിട്ട് പിണക്കാണെന്ന് പോകുന്ന പോക്ക് നോക്കി കൂരിട്ട്. പിന്നിൽ പെറുപുറത്ത് കൊണ്ട് നന്ദു നടന്നു. ചെരിപ്പൂര് നേരെ ഒതുക്കി വെച്ചിട്ട് അകത്തേക്ക് കയറുമ്പോൾ ജാനുവിനെയും സേതുമ്മയും നോക്കി. ജാനു മുഖത്തേക്ക് നോക്കുന്നില്ല, മുകളിലേക്ക് നോക്കി ചിരിക്കുന്നുണ്ട്. അതിലെന്തോ ഒരു വശപക്ഷക്കില്ലേ. കുറെ ഉമ്മ കിട്ടിയില്ലേ? ചിരി കടിച്ചു പിടിച്ചുള്ള സേതുമ്മയുടെ ചോദ്യം കേട്ടപ്പോൾ അവൾ പല്ല് കടിച്ച് പൊട്ടിച്ചു. ജാനുവിന്റെ ചിരിയാണെങ്കിൽ ഉച്ചത്തിലായി. ഈ പെണ്ണ പറഞ്ഞു കൊടുത്തത് വന്ന ഉടനെ പോയി കെട്ടിപ്പിടിക്കാൻ. നിന്നെ നോക്കി 3 മണിക്ക് ഇരിക്കാൻ തുടങ്ങിയതാ രണ്ടി ഇവിടെ. സേതുമ്മ പറഞ്ഞത് നന്ദ ജാനുവിനെ നോക്കി. ഞാനൊന്നല്ല പറഞ്ഞു കൊടുത്തത്, അവൻ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചതാ. കുറെ നേരം കാണാതെ ആയിട്ട് പിന്നെ കണ്ടാ കെട്ടിപ്പിടിച്ച് കുറെ ഉമ്മ വെക്കില്ലേന്ന്. നീ നിന്റെ അമ്മയെ വെച്ചുന്നോ? നിനക്ക് അമ്മ തന്നൊന്നതൊക്കെ പറഞ്ഞു. ഞാൻ വെറുതെ എല്ലാത്തിനും മൂളി. എനിക്കറിയോ നിന്നെ കണ്ട പാഞ്ഞു വന്ന് നിന്റെ ഒക്കത്തിരിക്കൂന്ന്. ജാനു അതും പറഞ്ഞുകൊണ്ട് വീണ്ടും ഉച്ചത്തിൽ ചിരിച്ചു. നന്ദു രണ്ടുപേരെയും നോക്കിക്കൊണ്ട് അകത്തേക്ക് നടന്നു. ഇപ്പൊ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. രണ്ട് ചിരിച്ച് മരിക്കാൻ നിൽക്കുകയാണ്. എന്നാൽ നാണം കെട്ടു. ഒരു ചെറിയ സൂചന ഞാൻ പോകുമ്പോൾ തന്നിരുന്നെങ്കിൽ റൂമിലെത്തിയിട്ട് മതിയെന്നെങ്കിലും പറഞ്ഞു കൊടുക്കായിരുന്നു. ഒക്കെ കയ്യിൽ നിന്ന് പോയി. എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് ഉമ്മപ്രാന്ത നാട് വിട്ടോ. കാണിച്ചു തരാം ഞാൻ. ചവിട്ടിക്കുലിക്ക് റൂം തുറന്നു. ജിത്തു പറഞ്ഞതുപോലെ ലോക്ക് ശരിയാക്കിയിട്ടുണ്ട്. വാതിൽ പുതിയത് വെച്ചിട്ടുണ്ട്. നല്ല ഉറപ്പുള്ളതാ. എത്ര കാലം ആയുസ് ഉണ്ടാകുമോ എന്തോ. തള്ളി തുറക്കാൻ പറ്റുന്നത് മതിയായിരുന്നു. വാതിലൊന്ന് കൊട്ടിക്കൊണ്ട് അകത്തേക്ക് കടന്ന് വാതിൽ ലോക്കാക്കി. കാണാൻ ആഗ്രഹിച്ച ഇയാൾ ബെഡിൽ കമിഴ്ന്ന് കിടക്കുന്നുണ്ട്. അത് കണ്ടത് നന്ദുവിന് വിറഞ്ചു കയറി. ഡാ, ഏയ് ഒരു കുലുക്കമല്ല. അറിയാത്ത പോലെ കേൾക്കാത്ത പോലെ കിടക്കുന്നുണ്ട്. ഓഹോ, ഞാൻ മറന്നുപോയി. ഉമ്മച്ച തെറ്റി കിടക്കുവാണല്ലേ. ഈ തെറ്റുന്നത് അപ്പം തെറ്റിയെടുക്കുവാണെങ്കിൽ മനുഷ്യൻ നാണം കെടില്ലായിരുന്നു. അതിനു വേണ്ടി കെട്ടിപ്പിടിക്കലും ഉമ്മ വെക്കലും ചെയ്യേണ്ടതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഓലക്കമല ഡയലോഗും ഞാൻ തെറ്റിയിരിക്കുന്നെന്ന്. ഞാൻ പിടിച്ച് ഉമ്മ വെച്ച പോലെ നല്ല അടി വെച്ച് തരാൻ എനിക്ക് അറിയാഞ്ഞിട്ടില്ല. വേണ്ടെന്ന് കരുതിയിട്ടാ. ഇനി ഇങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്തെങ്കിലും ചെയ്താ അപ്പൊ കാണിച്ചു തരാം ഞാൻ. അജു. കയ്യിലുള്ള ബാഗ് ടേബിളിൽ വെച്ച് ബാഗിൽ നിന്ന് ഫോൺ എടുത്ത് കുത്തിവെച്ച് വാച്ച് ഒരു ടേബിളിൽ വെച്ചു. അപ്പോഴാണ് ഇതൊക്കെ പറയുന്നത്. എന്നിട്ട് മനക്കമൊന്നും ഇല്ലെന്ന് കണ്ട് അവൻ്റെ അടുത്തേക്ക് വന്ന് അവനെ കുലുക്കി വിളിച്ചു. എവിടെ എണീക്കുന്നില്ലെന്ന് കണ്ട് ഈ കിളിയാക്കിയതും ചെക്കൻ പൊട്ടിച്ചിരിച്ചു കൊണ്ട് ബെഡിൽ നിന്ന് എഴുന്നേറ്റിരുന്നു. പക്ഷെ നന്ദുവിൻ്റെ നോട്ടം പോയത് അവൻ്റെ നെറ്റിയിലേക്കാണ്. അവൻ പൊട്ടിച്ചിരിക്കുന്നത് കൊണ്ടാകും നെറ്റിയുടെ ഒരു സൈഡിൽ മുഴച്ചിരിക്കുന്നത് ഒന്നുകൂടി എടുത്ത് കാണിച്ചു. നന്ദുവിൻ്റെ മുഖം മൊത്തത്തിലൊന്ന് നോക്കി. വേറെ ഒന്നുമില്ല. കയ്യിൽ നോക്കിയപ്പോൾ നഖം കൊണ്ട് പിച്ചി കഷ്ണം എടുത്തിട്ടുണ്ട്. അത് കണ്ടതും നന്ദു കണ്ണുകൾ മുറുകെ അടച്ചു. ഇതാരാ ചെയ്തേ? മുത്തശ്ശി. നെറ്റിയിലെ പാട് നോക്കി ചോദിച്ചതും അവൻ ചുണ്ടുപിളുത്തി മറുപടി പറഞ്ഞു. ഇതോ? വല്യമ്മ. കയ്യിലെ പാടിലേക്ക് നോക്കി ചോദിച്ചപ്പോൾ അതിനും അവൻ ഉത്തരം തന്നു.
മതി, അത് മതി, ഇനി അവരുടെ കൈ പൊങ്ങില്ല. ആജി ഇവിടെ ഇരിക്കേ, ഞാൻ കുളിച്ചിട്ട് വേഗം വരാം. എന്നിട്ട് നമുക്ക് ഇതൊക്കെ തിരികെ പോയി കൊടുക്കാം. നമുക്കിതിനെ ഇതൊക്കെ അവർ തന്നതല്ലേ, അത് അവർക്ക് തന്നെ കൊടുക്കാം അല്ലേ? ആജിബിന് ഒന്നും മനസ്സിലായില്ല. ഇതൊക്കെ എങ്ങനെ തിരിച്ചു കൊടുക്കും? എന്നാലും അവൻ തലകുലുക്കി. അവൻ്റെ നന്ദ പറഞ്ഞതല്ലേ, അവൻ അതിലും വലുത് സമ്മതിക്കും. നന്ദു പറഞ്ഞ പോലെ അവൾ ഫ്രഷായി ഇറങ്ങുന്നത് വരെ അവൻ അവളെയും കാത്ത് ബെഡിലിരുന്നു. അവൾ വന്നതും അവൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റു. പോകാം, പിന്നെന്താ, പോകാം, വാ. ടർക്കി വിളിച്ച് അവൻ്റെ കയ്യും പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി. ആളിൽ ആരും ഇല്ലെന്ന് ഉറപ്പാക്കി രണ്ടുപേര് രാവണിയുടെ റൂമിൽ കയറി വാതിലടച്ച് ലോക്കാക്കി. നന്ദു വാതിൽ ലോക്കാക്കി അതിൽ ചാരി നിന്നു. റൂമിൽ ആരെയും കാണുന്നില്ല. അജു ആണെങ്കിൽ അവളെയും റൂമിനെയും മാറി മാറി നോക്കുകയാണ്. അജു അവിടെ ഇരുന്നു. നന്ദ പറഞ്ഞതും അവൻ അനുസരണയോട് അവൾ ചൂണ്ടിയ സെറ്റിയിലേക്ക് ഇരുന്നു. നന്ദ റൂം മൊത്തത്തിലൊന്ന് നോക്കി. ഓ, രാവണിയുടെ സ്വഭാവം പോലെ റൂം കൂതരയല്ല, അടുക്കും ചിട്ടയൊക്കെയുണ്ട്. പറഞ്ഞുകൊണ്ട് നേരെ നോക്കിയത് ബാത്റൂമിൽ നിന്നും ഇറങ്ങി വന്ന രാവണിയുടെ മുഖത്തേക്കാണ്. ഏറ്റിയാ പോകുന്നത് എടുത്ത് നടന്നാ പോരെ, നിങ്ങളെക്കാൾ ഭാരമുണ്ടാകും നിങ്ങൾ വലിച്ചുകൊണ്ട് നടക്കുന്ന ഈ സാരിക്കും ആഭരണങ്ങൾക്കും. അവളുടെ ശബ്ദം കേട്ടതും പൊക്കി പിടിച്ചിരുന്ന സാരി കയ്യിൽ നിന്നും അഴിച്ച് അവർ നന്ദുവിനൊന്ന് അടിപിടി നോക്കി. സെറ്റിയിലിരിക്കുന്ന അജുവിലേക്കും ആ നോട്ടം നീണ്ടു. നിങ്ങളെന്താ എൻ്റെ റൂമിൽ? ദേഷ്യത്തോടെയുള്ള അവരുടെ അലറൽ കേട്ട് നന്ദൊന്ന് ചിരിച്ചു. ഓ, നമ്മൾ തമ്മിൽ നിന്റെ എൻ്റെ എന്നൊക്കെ വേണോ? അതും പറഞ്ഞുകൊണ്ട് ദാമണിച്ചാൾ അരയിലൊന്ന് കുത്തിത്തിരികി അവൾ അടുത്തേക്ക് നടന്നു വന്നു. ഭർത്താവിനെ നെറ്റിടിച്ച് പൊടിച്ചതിന് ചോദിക്കാൻ വന്നതാണോ ഭാര്യ? അവരുടെ വാക്കുകളിലെ പുച്ഛവും കളിയാക്കലും അവൾക്ക് വേഗം മനസ്സിലായി. ആഹാ, അപ്പൊ രാവണി ഞാൻ വിചാരിച്ച പോലെ ബുദ്ധിയില്ലാത്തവളൊന്നും അല്ല, ബുദ്ധിയൊക്കെ ഉണ്ടല്ലേ? അവളൊന്ന് ക്രൂരമായി ചിരിച്ചു. എന്തോ അവളുടെ മുഖഭാവം മാറിയത് രാവണി വാതിൽക്കലേക്ക് നോക്കി. ലോക്കാണ്. രാവിലെ അവൾ പോകുമ്പോൾ പറഞ്ഞ വാക്കുകൾ വീണ്ടും ചെവിയിലും മുടങ്ങി. ആ വാക്കുകൾ കൊണ്ട് തന്നെയാണ് പതിവിലും കൂടുതൽ അവനെ ഉപദ്രവിച്ചത്. അവൾ എന്ത് ചെയ്യുന്ന അറിയാൻ. നിങ്ങളോട് ഞാൻ രാവിലെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ? അതോ ഓർമ്മശക്തിക്ക് വല്ല തകരാറുണ്ടോ? അവൾ ഒന്നുകൂടെ അവർക്ക് അടുത്തേക്ക് വന്നു നിന്നുകൊണ്ട് ചോദിച്ചു. അവരില്ലെന്ന് തലയാട്ടി. പിന്നെന്താ ആ നെറ്റിയിൽ ഞാൻ കാണുന്നത്? ഞാൻ പറഞ്ഞ വാക്കുകളൊക്കെ എന്നും നടപ്പിലാക്കിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ആ പറഞ്ഞ വാക്കുകൾ തന്നെയാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളൂ. അതും പറഞ്ഞുകൊണ്ട് അവരുടെ സാരി ചുരുട്ടിപ്പിടിച്ച് അവരുടെ വായ്പുള്ളിലേക്ക് തിരികെ വെച്ചു. അവരെ തന്നെ നോക്കി നിന്ന അജു ആ നിമിഷം വല്ലാതെ ഭയന്നു. നന്ദു മുത്തശ്ശിയെ എന്തോ ചെയ്യാൻ പോകുവാണെന്ന് അവനക്ക് മനസ്സിലായി. അതുപോലെ തന്നെ നന്ദു മുത്തശ്ശിയുടെ വലത്തെ കൈ പിടിച്ച് തിരിച്ചു. ശബ്ദം പുറത്തേക്ക് വന്നില്ല. അതവിടെ ആ തുണിയിൽ തടഞ്ഞു നിന്നു. നമ്മൾ തമ്മിലുള്ള ഈ കൂടിക്കാഴ്ച ഞങ്ങൾ രണ്ടുപേരും ആരോടും പറയില്ല. രാവണിയും ആരോടും പറയരുത്. പറഞ്ഞ പലരും അറിയും. മുത്തശ്ശൻ്റെ മുന്നിൽ നിങ്ങൾ ആടിക്കൊണ്ടിരിക്കുന്നത് അഴിച്ചു വെക്കാൻ ഞാനൊരു സമയം മനസ്സിൽ കണ്ടിട്ടുണ്ട്. അതെന്നെ കൊണ്ട് നേരത്തെ ആക്കിപ്പിക്കരുത്. പിന്നെ ഈ പ്രവൃത്തിയിലൂടെ ഞാൻ സ്നേഹമില്ലാത്തവളാണ്, ബഹുമാനമില്ലാത്തവളാണെന്നൊന്നും കരുതിയേക്കില്ലേ? എനിക്കതൊക്കെ ആവശ്യത്തിലധികമുണ്ട്. പക്ഷേ അതൊക്കെ ഞാൻ അർഹിക്കുന്നവർക്ക് കൊടുക്കൂ. പിന്നെ നിങ്ങളെ കണ്ട നിമിഷം മുതൽ ഞാൻ നിങ്ങളെ മുത്തശ്ശിയായി കണ്ടിട്ടുമില്ല. അതുകൊണ്ട് മുത്തശ്ശിയെ ഉപദ്രവിച്ചില്ലെന്ന സങ്കടം എനിക്കില്ല. അവളൊന്ന് ചിരിച്ചുകൊണ്ട് സാരിത്തുമ്പ് പിടിച്ചു വലിച്ചു. അതവരുടെ വായിൽ നിന്നും പുറത്തേക്ക് വീണു. കൈയൊടിഞ്ഞ് തൂങ്ങിയ പോലെ കിടക്കുന്നുണ്ട്. കരഞ്ഞുകൊണ്ട് മുത്തശ്ശി അതിലേക്ക് നോക്കി. ഒടിഞ്ഞു കാണും, ഒടിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ വീണ്ടും വരാം. കുറച്ചു കാലം നിങ്ങളത് പൊക്കരുത്. എന്നാ പോട്ടെ, നിങ്ങളുടെ 2 ബാലികളില്ലേ, ആ പരട്ട സഹോദരിമാർ, അവരെ കൂടെ ഒന്ന് കാണണം, അല്ലെങ്കിൽ ഉറക്കം വരില്ല. അവളൊരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് ആ ഒടിഞ്ഞു തൂങ്ങിയ കയ്യിലൊന്ന് തടവി. നീ ജയിച്ചെന്ന് കരുതണ്ട. ഇതിന് പകരം ഞാൻ ചോദിച്ചിരിക്കും എങ്ങനെയെങ്കിലും. നിങ്ങൾ കുറെ ഉണ്ടാക്കും, ഒന്ന് പോത്തള്ളേ. അതും പറഞ്ഞുകൊണ്ട് അവരിൽ നിന്ന് തിരിഞ്ഞു നടന്നു. വാ. രാവണിയുടെ ഒടിഞ്ഞു തൂങ്ങിയ കയ്യിലേക്ക് തന്നെ നോക്കി നിന്നവൻ അത് കേട്ടതും നന്ദുവിൻ്റെ അടുത്തേക്ക് നടന്നു. അവളൊരു ചിരിയോടെ അവൻ്റെ കൈയും പിടിച്ച് ലോക്ക് മാറ്റി വാതിൽ തുറന്ന് പുറത്തേക്ക് നടന്നു. അവരുടെ റൂമിൽ നിന്നും ഹാളിലേക്ക് വന്നതും എല്ലാവരും ഇരുന്ന് ചായ കുടിക്കുവാണ്. പത്മാവതിയും പാർവതിയും ഉണ്ട്. നന്ദു രണ്ടുപേരെയും കയ്യിലേക്ക് നോക്കി. പത്മാവതിക്ക് അധികം നഖമില്ല, എന്നാൽ പാർവതിക്ക് നല്ല നഖമുണ്ട്. അവരാണോ കയ്യിൽ മുറുക്കിയത്? അവളെ തന്നെ വല്ല അത്ഭുത ജീവിയെ കണ്ട പോലെ നോക്കി നിൽക്കുന്നവനോട് അവൾ ചോദിച്ചതും അവൻ പാർവതിയെ നോക്കി തലകുലുക്കി. അപ്പം ആ കാര്യത്തിൽ കൺഫേം. പെട്ടെന്ന് രാവണിയുടെ റൂമിൽ നിന്നും ഒരു നിലവിളി ഉയർന്നു. ഒപ്പം പത്മാവതി എന്നുള്ള വിളിയും. അത് കേട്ടെന്ന് നന്ദൊന്ന് ചിരിച്ചു. വീട് കൈയൊടിഞ്ഞെന്ന് പറയാനാവും, അതാ നല്ലത്. ചെല്ല്, ഓടിച്ചെല്ല്, പിന്നാലെ നിങ്ങൾക്കുള്ളും തരാം. രാവണിയുടെ റൂമിലേക്ക് ഓടുന്നവരെ നോക്കി അവളൊന്ന് ചിരിച്ചു. പോകുന്ന പോക്കിൽ പാർവതി അജുവിനെയും നന്ദുവിനെയും നോക്കി ഒന്ന് പുച്ഛിച്ചു. അത് കണ്ടിട്ട് നന്ദ കാണാതെ പോലെ നിന്നു. തരും, തന്നിരിക്കും.
എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്നുണ്ട്. എന്താ എന്താ അമ്മേ? ജാനു സെറ്റിയിൽ നിന്നും എണീറ്റ് കൊണ്ട് എല്ലാവരും ഓടുന്നതൊക്കെ നോക്കി സേതുവിനോട് ചോദിച്ചു. വെള്ളമെടുത്ത് രാവണിയുടെ റൂമിലേക്ക് പോകുവാണവർ. അമ്മയൊന്ന് ബാത്റൂമിൽ വീണത്ര, ഈ വെള്ളം കൊണ്ട് കൊടുക്കട്ടെ, കൈ അനക്കാൻ പറ്റില്ല, പൊട്ടലുണ്ടാവും. അതും പറഞ്ഞുകൊണ്ട് അവർ ധൃതിയിൽ മുന്നോട്ട് നടന്നു. സെറ്റിയിൽ നിന്നും എണീക്കാൻ നിന്ന ജാനു അതെപ്പോ എന്ന ഭാവത്തിൽ അവിടെ തന്നെ ഇരുന്നു. അത് കണ്ടൊരു ചിരിയോടെ നന്ദാജുവിന്റെ കയ്യും പിടിച്ച് അവൾക്കൊപ്പം ഇരുന്നു. ആ സമയമാണ് ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഡ്രസ്സ് മാറിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പാർവതി മുകളിലേക്ക് കയറി പോകുന്നത് കണ്ടത്. അജൂട്ടാ ഇവിടെ ഇരിക്കട്ടോ, നന്ദി ഇപ്പൊ വരാം. അവനോട് അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൾ മുകളിലേക്ക് ഓടി. ജാനവൾ പോകുന്നത് നോക്കിയിരുന്നു. പാർവതി റൂമിലേക്ക് കയറുന്ന നോക്കി നന്ദയും ഉള്ളിലേക്ക് കയറി. കല്യാണത്തിന് പോകുന്ന പോലെ വീട്ടിൽ തന്നെ നിൽക്കുന്നത്, ഇനി ഹോസ്പിറ്റലിൽ പോകാനൊന്നും ഒരുങ്ങുന്നത്. ഇവരൊക്കെ എന്താ വേണ്ടത് അല്ലേ അജൂട്ടാ? സ്വയം പറഞ്ഞുകൊണ്ട് അവസാനം അജുവിനെ ഒന്ന് നോക്കി കളിയാക്കി വിളിച്ചു. അവൻ്റെ നന്ദ വിളിക്കും പോലെ ആ വിളി പറ്റിയിട്ടില്ലെന്ന് അവൻ്റെ തുറിച്ചുനോട്ടം കണ്ടപ്പോൾ മനസ്സിലായി. പാർവതി റൂമിൽ കയറി വാതിലടക്കുന്നതിന് മുമ്പ് തന്നെ നന്ദു വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറി വാതിൽ ലോക്കാക്കി. അതിലാദ്യമൊന്ന് പേടിച്ചെങ്കിലും നന്ദുവാണെന്ന് കണ്ട് അവരുടെ മുഖം നനത്തു. എന്താടി? ദേഷ്യത്തോടെയുള്ള ആ ചോദ്യത്തിന് മുഖമടച്ചൊരു അടിയായിരുന്നു മറുപടി. വീണ്ടും എന്തോ പറയാൻ വന്നതും വീണ്ടും കിട്ടി മറുകവിള്ള അതുപോലെ എണ്ണം. രാവിലെ പോകുമ്പോൾ ഞാൻ നിങ്ങളോട് എന്ത് പറഞ്ഞിട്ടാ പോയത്? എന്നിട്ട് നിങ്ങൾ ഉപദ്രവിച്ചു അല്ലേ? അതിനെന്തെങ്കിലും തിരികെ തരാതെ എനിക്ക് ഉറക്കം വരില്ല. ഡീ നിനക്ക് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് നിൽക്കാൻ സമയമില്ല. വന്നത് തീർത്തിട്ട് വേഗം പോണം. എന്തോ പറയാൻ വന്നവർ അതിനനുവദിക്കാതെ അവരുടെ വലത്തേ കൈ പിടിച്ച് പിന്നിലേക്ക് തിരിച്ചുകൊണ്ട് അവരുടെ ഇടത്തേ കൈ കൊണ്ട് അവരുടെ കഴുത്തിന്റെ സൈഡിൽ ബലം പിടിച്ച് അമർത്തിയൊന്ന് മാന്തി. 5 വിരലുകൾ കൂർത്ത നഖങ്ങളിലെല്ലാം ചോര പൊടിഞ്ഞു, തൊലി അടർന്നു. അവർ വേദന കൊണ്ട് നിലവിളിച്ചു. മിണ്ടരുത്, നിങ്ങളുടെ ശബ്ദമങ്ങാൻ ഈ റൂമിന് പുറത്ത് കേട്ടോ, കൊല്ലും ഞാൻ. അതും പറഞ്ഞുകൊണ്ട് അവരുടെ ഇടത്തേക്കായി ഒന്നുകൂടെ അവരുടെ കഴുത്തിൽ അമർന്നു. വേദനയുണ്ടോ? പച്ച മാംസത്തിൽ നഖ ആഴ്ന്നിറങ്ങുമ്പോഴത്തെ വേദന എങ്ങനെയുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായോ? അതും പറഞ്ഞുകൊണ്ട് അവരുടെ 2 കൈയിൽ നിന്നും അവൾ അവളുടെ കൈ അയച്ചു. സമയമില്ലാത്തതുകൊണ്ട് കൂടുതൽ ഡയലോഗൊന്നും അടിക്കാൻ നിൽക്കുന്നില്ല. അതിന് പിന്നെയാവാം. ഇപ്പൊ അമ്മായിയമ്മയും കൊണ്ട് ഹോസ്റ്റലിൽ പോകാൻ നോക്ക്. തോളലിലാവും കാര്യമായ പൊട്ടല്. കൂട്ടത്തി നിങ്ങളൊരു TT എടുത്തോ, നഖം പോഴ്സണല്ലേ. അവളെ തന്നെ തുറച്ചു നോക്കി മിണ്ടാതെ നിൽക്കുന്നവരെ ഒന്ന് പുച്ഛിച്ചുകൊണ്ട് അവൾ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി.